ഉമ്മ ഞാൻ വീണ്ടും ഗർഭിണിയാണ്. അതുമാത്രവുമല്ല എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ഇത്രയും പെട്ടെന്ന് നീ എന്തിനാണ് ഗർഭിണിയായത് എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ ഉപദ്രവിക്കുന്നത്, ഭർത്താവാണ് എൻ്റെ വയറ്റിൽ ചവിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുവതി വീട്ടിലേക്ക് സന്ദേശം അയക്കുകയാണ്. അതൊരു വലിയ പണക്കാരൻ്റെ മകളൊന്നുമല്ല. ഉത്സവ പറമ്പുകളിൽ ഈ അലുവയും മറ്റുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ മകള്. 5 സെൻറ്റ് സ്ഥലവും ഒരു കൂരയും മാത്രമാണുള്ളത്. ആകെയുള്ളത് ഒരൊറ്റ മകളാണ്. ആ മകളാണെങ്കിൽ നല്ല രീതിയിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. കല്യാണത്തിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് ആ പെൺകുട്ടി നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കല്യാണാലോചന വരുന്നത്. ആ കല്യാണാലോചനയിൽ അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. അവന് കൊടുക്കാനുള്ള പണ്ടങ്ങളും സ്വർണങ്ങളും മുഴുവൻ കൊടുത്തു. ഇനി ഞങ്ങൾക്ക് എന്തിനാണ് ഒരു വീട് എന്ന് കരുതിയിട്ട് ഈ 5 സെൻറ്റ് സ്ഥലവും വീടും വരെ പണയപ്പെടുത്തിയിട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. കല്യാണം കഴിപ്പിച്ച് അവിടെ എത്തുമ്പോഴേക്കും തുടങ്ങിയിരുന്നു അമ്മായിയമ്മ മരുമക്കൾ പീഡനം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കുട്ടിയോട് പറഞ്ഞ ആദ്യം തന്നെ നീ ജോലിക്ക് പോകാൻ പാടില്ല, നീ പഠിച്ചത് അവിടെ വെച്ചേക്കണം, കാരണം നിന്നെ ആരെങ്കിലും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിന്നെ ആരെങ്കിലും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിന്നെ എനിക്ക് സംശയമാണ്, നീ ജോലിക്ക് പോകാൻ പാടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത് വലിയ പീഡനമായിരുന്നു. ഒരു പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ അതായത് ഇങ്ങനെയുള്ള ടീമുകളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ആ പെൺകുട്ടിയെ ജോലിക്ക് പോകാൻ വിടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ഒരു പക്ഷേ ഇറങ്ങിയിട്ട് എനിക്ക് നിന്നെ വേണ്ടടാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇന്നും ജീവനോടെ ഇരുന്നേനെ. പക്ഷേ ആ പെൺകുട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു കുരുക്കായിരുന്നു. കാരണം എന്താണ്? സ്വന്തം വീട് വരെ പണയപ്പെടുത്തിയിട്ടാണ് ഇവിടെ കല്യാണം നടത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഉമ്മയുടെയും ഉപ്പയുടെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നപ്പോഴിത് നടത്തിക്കൊടുത്തു. അതുമാത്രവുമല്ല, എല്ലാ 3 മാസം കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഉപ്പ 20 കിലോ 30 കിലോ അരിയും അതിനുള്ള സാധനങ്ങളുമായിട്ട് മകൾക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത മകൾക്ക് പിന്നീട് അവിടെ നിരന്തരമായിട്ട് പീഡനമായിരുന്നു. അതായത് പ്രസവം കഴിഞ്ഞു, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഉപദ്രവം, അമ്മായിയമ്മയുടെ ഉപദ്രവം, അങ്ങനെയൊക്കെ കൊണ്ട് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം എന്താണ് ചെയ്തത്? ഇതുപോലെ ഒരു വോയിസ് മെസ്സേജ് വായിച്ചിട്ട് ആ പെൺകുട്ടി അങ്ങ് ജീവൻ ഒടുക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. അതായത് ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ചിന്തിച്ചിട്ട് ഞാൻ ഇനി ജീവിക്കുന്നത് എൻ്റെ തൊഴിൽ കൊണ്ടാണ്, എൻ്റെ തൊഴിൽ ചെയ്തിട്ട് ഞാൻ ജീവിക്കും എന്ന് ഒരു നിമിഷം ആലോചിച്ചിരുന്നുവെങ്കിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നഷ്ടം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ നിമിഷത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങ് മറക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. മലയാളികൾക്കിടയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കി, അവിടെയൊന്നും ഇമാതിരി തൊട്ടിത്തരമില്ല. നമ്മുടെ മലയാളികൾ എന്താണെന്നറിയില്ല, ഇപ്പോഴും എന്തിനും ഏതിനെന്ന് പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം ഒന്ന് ആലോചിക്കാൻ വരെ നിൽക്കുന്നില്ല. അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വീട്ടുകാരൻ്റെ കൂടെ ഉണ്ടോ? ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം വീട്ടുകാരൊന്നും നിൽക്കത്തില്ല. പക്ഷേ ഈ ഉമ്മയും ഉപ്പയും മകളെ അത്രത്തോളം സ്നേഹിച്ചതായിരുന്നു. മകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ജോലിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജോലി കൊണ്ട് അന്തസ്സായിട്ട് മകൾക്ക് ജീവിക്കാമായിരുന്നു. അതുപോലും ആലോചിക്കാതെ ആ ഉമ്മയെയും ഉപ്പയെയും വരെ ആലോചിക്കാതെ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. നിങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം. അവൻ്റെ അടിമ, അതായത് അവൻ അടിയും തൊഴിയും ഏറ്റിട്ടൊന്നും ഒരിക്കലും ജീവിക്കണ്ട. സ്വന്തം വീട്ടിൽ വരണമെന്ന് ഞാൻ പറയത്തില്ല. സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാലും നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല. ഇനി എത്ര നല്ല ഇതായാലും ശരി, അതായത് അച്ഛനും അമ്മയും എൻ്റെ പൊന്നെ മോളെ എനിക്ക് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും നിന്നെ നോക്കലല്ല ഇനി ഞങ്ങളുടെ പണി. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ജോലിക്ക് വിടാത്ത ഒരുത്തനാണെങ്കിൽ അവനെ ജീവിതത്തിൽ അവനെ കല്യാണം കഴിക്കരുത്. അവനോട് പറയണം, നിനക്കുള്ള പെണ്ണി ഞാനല്ലടാ, നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് കെട്ടിക്കോ എന്ന് തന്നെ പറയണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എന്താ പറയണ്ടത്, അവൻ്റെ സ്വത്തോ വീടോ ഇതൊക്കെ കണ്ട് നല്ല ആലോചനയാണ്, നല്ല കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടിക്കും അങ്ങനെ തന്നെയാണ് പറ്റിയത്. നല്ല ജോലിയും കാര്യങ്ങളും അത്യാവശ്യം ശമ്പളമുള്ളേ, പിന്നെ അതുമാത്രമല്ല പറയാൻ കൊള്ളാവുന്ന ജോലിയാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലല്ല, നല്ല ഒരു ഇതിൽ, അതായത് ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ അത്യാവശ്യം സാലറിയൊക്കെ കിട്ടും. അങ്ങനെയുള്ള ജോലിയായിരുന്നു. എന്നിട്ടും ഇതെന്തിന് ചെയ്തു എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യം ചെയ്യുക, ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ളതാണ്. അല്ലാതെ ഇമാതിരി ഏതെങ്കിലും ഒരു തൊട്ടീനെ കൊണ്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് ഭർത്താവായ ഏതെങ്കിലും ഒരു സൈക്കോ അവനുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ കെട്ടിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ തലയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവൻ
ഇങ്ങനെയൊന്നും നിങ്ങൾ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കി വരണം. എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒഴിവാക്കി വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തൂടെ? ഇല്ലെങ്കിൽ കഴുത്തിലോ കാതിലോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോയിട്ട് പണയം വെച്ച് അന്തസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേരി പോയിട്ട് ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് പിന്നെ ജോലി ചെയ്യും, ഇല്ലേ ഞാൻ ഇവിടെ താമസിച്ചിട്ട് പിന്നെ എന്നാൽ ജോലി ചെയ്യും എന്ന് വിചാരിക്കും നിങ്ങൾ. അല്ലാതെ ഇമാതിരി പണി ചെയ്യരുത്. ഇപ്പോൾ ചെയ്തത് കൊണ്ട് ആർക്കാ നഷ്ടമുണ്ടായത്? ആർക്കാ? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ ഭർത്താവ് എന്ന് പറയുന്നവൻ ഒരു കൊല്ലം ചിലപ്പോൾ കാത്തേക്കും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവന് പെണ്ണാലോചന തുടങ്ങിയിട്ടുണ്ടാകും. അവനൊക്കെ പെണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തൊട്ടിത്തരുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടാകും. അവന് ഇപ്പോൾ ആലോചനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നാൽ 1 വർഷം കാത്തേക്കണേ, ഓളി ചത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിയണം, എന്നാലേ നമുക്ക് കല്യാണം കഴിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇവനൊക്കെ ആലോചിക്കുന്നത്. ഇനിയും അവൻ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ത്രീധനവും ഇതൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി അവൻ പെണ്ണിനെ ഉപദ്രവിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർ പഞ്ഞി കിട്ടാലോ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ചെറിയൊരു പ്രശ്നം ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോഴേ ആ നിമിഷം പോയിട്ട് ഇങ്ങനെ എടുത്ത് ചാടരുത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയോട് എനിക്ക് കുറച്ചൊരു ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടീനെ വെറുതെ വിട്ടല്ലോ, ആ കുട്ടീനെയും കൂടി കൊണ്ട് ഇതാതെ വലിയ ഭാഗ്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ആ 8 or 9 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചിനെയാണ് ഇപ്പോഴേ ആ ഉമ്മായിക്കും ഉപ്പയ്ക്കും കിട്ടിയത് എന്നുള്ളതാണ്. കിട്ടത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇവൻ വരും, എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വരും. എൻ്റെ അഭിപ്രായത്തിന് തന്നെ ഒരു ആട്ടാന്ന് വെച്ച് കൊടുക്കേണ്ടത് അവന്. പക്ഷേ നിയമം അവൻ്റെ കൂടെ നിൽക്കുള്ളൂ, കാരണം അവനാണല്ലോ കൊച്ചിൻ്റെ തന്ത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല. ഇപ്പം 2 or 3 ദിവസം പത്രത്തിൽ ഇത് വരും. കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യും, അവൻ്റെ ഉമ്മാനെ അറസ്റ്റ് ചെയ്യും എന്നല്ലാതെ കുറേ കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ മറക്കും. അപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമല്ലേ പോകുന്നത്. ഇനിയിപ്പോൾ ഇവനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വന്നൊരു 2 or 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ ജീവിക്കേ, അതല്ലേ വേണ്ടത്. അല്ലാതെ ഇവനെ പോലെയുള്ള വേട്ടാവെളിയന്മാരായ ഭർത്താവിനെ, അതേ ഞാൻ പറയുള്ളൂ, ഒരുപാടെണ്ണം ഉണ്ട്. ഉമ്മാൻ്റെ സാരിത്തുമ്പം പിടിച്ച് നടക്കുന്ന വേട്ടാവെളിയന്മാരായ ഭർത്താക്കന്മാർ. അവന്മാരെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ പോയി നിങ്ങളെ കാര്യം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ബൈക്ക് അടക്കമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ചില നികൃഷ്ട ജീവികളുണ്ട്. അതായത് സ്വന്തമായിട്ട് ഒരു ബൈക്ക് പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത, ഒരു താലി പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരുത്തന് നിങ്ങളുടെ മകളെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പോറ്റുന്ന നിങ്ങൾക്കുണ്ടോ? അതുമാത്രവുമല്ല, ഓൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ കടമ്പിടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്ത്രീധനം വാങ്ങിച്ചിട്ട് അവിടെ കൊടുക്കുന്ന ഒരു വിദ്യയാണ് പുതിയൊരു വിദ്യ. ഇനി അതും കൂടി നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ളതാണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പെങ്ങൾക്ക് ജീവിക്കാനുള്ളതല്ല. ഇവിടെ പലരും ഇത് കരുതുന്നത് അതാണ്. ഇനി ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഓള കടം തീർക്കേണ്ടെങ്കിൽ. അങ്ങനെ ഓള കടത്തിൻ്റെ ഒരു 4 ലക്ഷം ഉറുപ്പിക ഉണ്ടാകും. അത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നേരെ അവിടെ കൊണ്ടു കൊടുക്കും. അതാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്നാ കിട്ടിയത്? ഒരു സൈക്കോ ആയ ഒരുത്തൻ നിങ്ങളുടെ തലയിൽ വന്ന് വീണു, അത്രയല്ലേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും നടന്നോ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യണം. ദാ ഒരു 5 പവൻ സ്വർണ്ണേ കൊടുക്കാതൂ, ബാക്കി പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെക്ക്. നിങ്ങളുടെ മകൾക്ക് അത്യാവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൊടുക്ക്. ഇല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു വീട് വെച്ച് കൊടുക്ക്. ആ വീട്ടിൽ മോളെ നീ എപ്പോൾ വേണമെങ്കിലും ഇതാ ഇവിടെ വന്ന് താമസിച്ചോ, ഇല്ല നീ ഇത് വാടക കൊടുത്തിട്ട് അതിൻ്റെ വാടക നീ മേടിച്ചോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇതല്ലല്ലോ, ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജ്വല്ലറിയിലും പോയിട്ട് കുറിക്ക് കൂടും. അങ്ങനെ അടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ആകുമ്പോഴേക്ക് എല്ലാം കൂടി ഒരു 10-20 പവൻ ഉണ്ടാകും. ആ 20 പവനും കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ഒരുത്തിൻ്റെ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കും. ഓനാണെങ്കിൽ കല്യാണത്തിൻ്റെ ചിലവ് മുഴുവൻ ഉണ്ടാകും. കടം ഇങ്ങനെ കയറി ഇരിക്കുന്നു. ഈ പെണ്ണിൻ്റെ സ്വർണം കണ്ടിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത് തന്നെ. അങ്ങനെ കണ്ടിട്ട് അവനെ ചെയ്യും, ഇത് വെച്ചും കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്യും. പിറ്റേ ദിവസം മുതൽ പീഡനവും തുടങ്ങും. ഇവിടെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോടോ? തന്തമാർ ഇനിയെങ്കിലും ചിന്തിക്കാറുണ്ട്. അതുപോലെ മരിക്കാൻ പോകുന്നവരെങ്ങനെയും ചിന്തിക്ക്. മരിക്കുന്നവർ വിഡ്ഢികൾ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാം. നന്ദി, നമസ്കാരം.